2025 ജനുവരിയിലാണ് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. ഇതിനു മുന്നോടിയായി വിദ്യാർത്ഥികൾ അവരുടെ ക്യാമ്പസുകളിലേക്ക് എത്രയും വേഗം മടങ്ങണമെന്ന് നിർദ്ദേശിച്ച് യുഎസിലെ യൂണിവേഴ്സിറ്റികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യം നടത്താൻ പോകുന്നത് ലാർജസ്റ്റ് മാസ് ഡിപ്പോർട്ടേഷൻ പ്രോഗ്രാം ആയിരിക്കും. അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തൽ. ഈ സാഹചര്യത്തിൽ സർവകലാശാലകളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. കൂട്ടത്തോടെയുള്ള കുടിയൊഴിപ്പിക്കലിനായി അമേരിക്കൻ സൈന്യത്തെ ഉപയോഗിക്കുമെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. BBC റിപ്പോർട്ട് അനുസരിച്ച് ജനുവരി 20 നടക്കുന്ന പ്രസിഡൻഷ്യൽ ഉദ്ഘാടനത്തിന് മുൻപ് ക്യാമ്പസിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ട് നിരവധി സർവകലാശാലകളാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ അയക്കുന്നത്. കൃത്യമായ സമയത്ത് തിരിച്ചെത്തണമെന്നാണ് മസാച്യുസെറ്റ്സ് ആംഹെസ്റ്റ് സർവകലാശാലയും വിദ്യാർത്ഥികളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ പ്രസിഡൻഷ്യൽ ഭരണകൂടത്തിന് അവരുടെ ആദ്യ ദിവസം തന്നെ പുതിയ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ 2016 ആദ്യ ട്രംപ് ഭരണകൂടത്തിൽ നടപ്പിലാക്കിയ യാത്രാ നിരോധനങ്ങൾ വീണ്ടും നടപ്പിലാകുമെന്ന ആശങ്കയിലാണ് US ഉള്ളത്. കൂടാതെ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ യാത്രയ്ക്കും വിസ പ്രോസസ്സിംഗ് സമയത്തിനും തടസ്സമാകുമെന്ന് സർവകലാശാല പറയുന്നു. ഭൂരിപക്ഷം മുസ്ലിം ജനസംഖ്യയുള്ള 7 രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റക്കാരെയും സഞ്ചാരികളെയും ട്രംപിന്റെ യാത്രാ നിരോധനം തടഞ്ഞിരുന്നു. 2016 നടപ്പിലാക്കിയ നയം 2018 ജൂണിലാണ് US സുപ്രീം കോടതി ശരിവെച്ചത്. US എത്ര അന്തർദേശീയ വിദ്യാർത്ഥികളുണ്ട്? US ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 4 ലക്ഷത്തിലധികം രേഖകളില്ലാത്ത വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. ഹഫിംഗ്ടൺ പോസ്റ്റിന്റെ അഭിപ്രായത്തിൽ ഈ വർഷം US 1.1 ദശലക്ഷത്തിലധികം അന്തർദേശീയ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഇതൊരു റെക്കോർഡ് സംഖ്യയുമാണ്. നാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ഡേറ്റ ഉദ്ധരിച്ച് മൊത്തം പ്രവേശനത്തിൽ 7% വർധനയുണ്ടായത്. ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് എത്തിയിട്ടുള്ളത്. യഥാക്രമം 29%, 25%. അവരിൽ ഭൂരിഭാഗവും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി, അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലാണ് ചേർന്നിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് 2023-24 ഇന്ത്യ 3,31,600 വിദ്യാർത്ഥികളെ US അയച്ചിട്ടുണ്ട്. ഈ കണക്കുകൾ 2022-23 അധ്യയന വർഷത്തേക്കാൾ 23% വർധനമാണ്. കുടിയേറ്റത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വത്തിന്റെ ഫലമായി വിദ്യാർത്ഥികൾ ഇപ്പോൾ അതീവ സമ്മർദ്ദത്തിലാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവരുടെ വിസകളെക്കുറിച്ചും വിദ്യാഭ്യാസം തുടരാൻ അനുവദിക്കുമോ എന്നുമൊക്കെ ആശങ്കയിലാണ്. കുടിയേറ്റം, വ്യാപാരം, സൈനിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന നയങ്ങൾ എന്താകുമെന്നത് ഇന്ത്യയെ സംബന്ധിച്ചും നിർണായകമാണ്. അമേരിക്ക ആദ്യം തത്വത്തിൽ അധിഷ്ഠിതമായി വിദേശ നയം പൊളിച്ചെഴുതുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പുതിയ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും കമല ഹാരിസ് ആണെങ്കിലും US കൂടുതൽ ദേശീയവൽക്കരണം നടപ്പാക്കാനുള്ള സാധ്യത ഉണ്ടെന്നായിരുന്നു വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹവുമായി മികച്ച ബന്ധമുണ്ടെന്നും ട്രംപ് അംഗീകരിക്കുന്നുണ്ടെങ്കിലും നയരൂപീകരണത്തിന്റെ കാര്യത്തിൽ ഇതൊന്നും ട്രംപിനെ സ്വാധീനിക്കാൻ ഇടയില്ല.